ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിലെ പേജ് സെറ്റപ്പ് എന്നാണ് ഒരു സംഗതിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സൈസിലേക്കാണ് നമ്മൾ ഡോക്യുമെൻറ്റ് സെറ്റ് ചെയ്യുന്നത്, അതായത് പ്രിൻ്റ് എടുക്കാൻ പോകുന്ന ഏത് പേപ്പറാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലേഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ലേഔട്ടിൽ പോവുക. അവിടെ തന്നെ നമുക്ക് പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കാണാം. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ നേരെ ഇതിൻ്റെ ഡയലോഗ് ബോക്സിലേക്ക് പോവുകയാണ്. നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ഡയലോഗ് ബോക്സ് പോകുന്നു. നമ്മൾ ആദ്യം പേപ്പറിൽ സൈസാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പേപ്പർ ടാബ് സെലക്ട് ചെയ്യുക. നമ്മൾ പേപ്പർ സൈസ് ഇവിടെ നമുക്ക് ഏതാണോ വേണ്ടത്, A4, ലെറ്റർ, ലീഗൽ, ഇങ്ങനെയുള്ള കുറേ സൈസുകളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സൈസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മെഷർമെൻറ്റ് ഇവിടെ കാണാം. 21 സെൻറ്റിമീറ്റർ ഇൻറ്റു 97 29.7 സെൻറ്റിമീറ്റർ. ഓരോന്ന് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ A3 എന്ന് പറഞ്ഞാൽ A4ൻ്റെ ഡബിളാണ്, ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ സെൻറ്റിമീറ്ററും അല്ലെങ്കിൽ ഇഞ്ചസൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വേർഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓപ്ഷൻസിൽ പോവുക, വേർഡ് ഓപ്ഷൻസിൽ പോവുക. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്ഷൻസിൽ പോവുക. ഇവിടെ അഡ്വാൻസ്ഡ് പോവുക. അഡ്വാൻസ്ഡ് പോയി സ്ക്രോൾ ചെയ്ത് താഴെ കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മെഷർമെൻറ്റ്, ഷോ മെഷർമെൻറ്റ് ഇൻ യൂണിറ്റ്സ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. അവിടെ ഈ ഡിസ്പ്ലേയിൽ ഷോ മെഷർമെൻറ്റ്സ് ഇൻ യൂണിറ്റ്സ് ഓഫ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, പോയിൻറ്റ്സ്, പൈക്കാസ്. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ എല്ലാവർക്കും അറിയുന്നതാണ്. 72 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ്. അതേമാതിരി മെഷർമെൻറ്റ് നമുക്ക് അറിഞ്ഞ മെഷർമെൻറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഡിഫോൾട്ടായിട്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇഞ്ചസ് ആക്കുക, പോയിൻറ്റ്സ് ആക്കുക, എല്ലാം ആക്കുക. ഓക്കെ, നമ്മൾ പേജ് സെറ്റപ്പിൽ പോകുന്നു. നമ്മൾ ഫസ്റ്റിൽ ഈ 3 ടാബ് കാണാം: മാർജിൻസ്, പേപ്പർ, ലേഔട്ട്. ഇതിൽ നമ്മൾ പേപ്പറിൽ പോകുന്നു. നമുക്ക് വേണ്ട പേജ് സെലക്ട് ചെയ്യുന്നു, സൈസ് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ താഴെ കുറച്ച് പേപ്പർ സോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങളെ പ്രിൻ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ പ്രിൻ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് മാറും. ഓക്കെ, പിന്നെ ഇവിടെ അപ്ലൈ ടു ഹോൾ ഡോക്യുമെൻ്റ് എന്നാണ്. അതായത് ഈ A4 പേജ് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്, ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ പേജസ് ഉണ്ടാവും. എല്ലാ പേജിലും ഇതേ A4 സൈസാണ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഹോൾ ഡോക്യുമെൻ്റ് കൊടുക്കുക. നമ്മളൊന്നിൽ കൂടുതൽ സെക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ സെക്ഷൻസ് ഇല്ല, ഞാൻ സെക്ഷൻ ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ പോകുന്നു. ബ്രേക്സിൽ, ലേഔട്ടിൽ ബ്രേക്സിൽ സെക്ഷൻ ബ്രേക്ക്, നെക്സ്റ്റ് പേജ്. ഓക്കെ, അപ്പോൾ 2 സെക്ഷനായി. ഫസ്റ്റ് പേജ് ഒരു സെക്ഷനും സെക്കൻഡ് പേജ് വേറൊരു സെക്ഷനുമാണ്. ഓക്കെ, നമുക്ക് പേജ് സെറ്റപ്പിലേക്ക് പോയി നോക്കാം. പേജ് സെറ്റപ്പ്, പേപ്പർ, ഇവിടെ പോയാൽ സെക്ഷൻ, ദിസ് പോയിൻ്റ് ഫോർവേഡ്, ഹോൾ ഡോക്യുമെൻറ്റ്, ദിസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ A4ഉം അടുത്ത പേജ്, അതായത് സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് വേറൊരു പേജ് സെറ്റപ്പ് ആക്കണമെങ്കിൽ നമുക്ക് സെക്കൻഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് രണ്ടാമത്തെ പേജിൽ സെക്ഷനാക്കിയിട്ട് സെപ്പറേറ്റ് അതിൽ പോവുക. അതിൻ്റെ ദിസ് സെക്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ പേജ് സെറ്റപ്പ് ഞാൻ A3 ആക്കി കൊടുക്കുക. A4ൻ്റെ നേരെ ഡബിളാണ് A3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റ് പേജ് A4ഉം സെക്കൻഡ് പേജ് A3 ആണ്. ഓക്കെ, അതായത് ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ പല പേജുകൾ സൈസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് പൊതുവേ അതിൻ്റെ ആവശ്യം വരില്ല, എന്നാലും ആവശ്യം വരുന്ന കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹോൾ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ഷനിലും അതേ പേജ് സെറ്റപ്പായിട്ടാണ് വരിക. A4ൻ്റെ സെറ്റപ്പ് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഒഴിവാക്കണമെന്ന് വിചാരിക്കുക, ഒരു സെക്ഷൻ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ വ്യൂവിൽ പോവുക. ഇവിടെ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രാഫ്റ്റ്. ഓക്കെ, ഡ്രാഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സെക്ഷൻ ബ്രേക്ക് ഉണ്ടോ അതിവിടെ അങ്ങനെ കാണിക്കുക. ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡെലിറ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, ആ സെക്ഷൻ ബ്രേക്ക് പോയി. നമുക്ക് പ്രിൻ്റ് ലേഔട്ടിലേക്ക് വരിക. ലേഔട്ട് നമുക്ക് സാധാരണ മാതിരി കാണും. നമ്മൾ രണ്ടാമതും പേജ് സെറ്റപ്പിലേക്ക് പോകുന്നു. ലേഔട്ടിൽ പോകുന്നു, പേജ് സെറ്റപ്പിൽ പോകുന്നു. ആദ്യം നമ്മൾ പേപ്പർ സെലക്ട് ചെയ്യുന്നു. ഞാൻ A4 സെലക്ട് ചെയ്തോടെ. ഓക്കെ, പിന്നെ ഇവിടെ താഴെ ഒരു സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് കാണാം. അതായത് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ വേർഡ് എടുക്കുമ്പോൾ എപ്പോഴും ഈ സെറ്റിങ്സ് വരണം. അതായത് നിങ്ങൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത സെറ്റിങ്സ് വരണമെങ്കിൽ സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ഡോട്ട് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ടെംപ്ലേറ്റ് ഫയൽ. അതിൽ ഈ സെറ്റിങ്സ് സേവ് ആവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സെറ്റിങ്സിലായിരിക്കും വരിക. ഓക്കെ, പേജ് സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾ മാർജിൻസിൽ പോവുക. നമുക്കിവിടെ ലെഫ്റ്റ് മാർജിൻ
ടോപ്പ് മാർജിൻ, ബോട്ടം മാർജിൻ, 4 സൈഡിലത്തെ മാർജിനും നമുക്ക് സെറ്റ് ചെയ്യാം. ടോപ്പ് മാർജിൻ എത്ര വേണം? 2.54 എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ്. ഓക്കെ, 1 ഇഞ്ച് ടോപ്പ്, 1 ഇഞ്ച് ബോട്ടം ആണ്. ടോപ്പ് 2.54, 1 ഇഞ്ച് ബോട്ടം 2.54, ലെഫ്റ്റ് 2.5 സെൻറ്റിമീറ്റർ, അതായത് 1 ഇഞ്ച്. 4 സൈഡും 1 ഇഞ്ചാണ്. നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇതിൻ്റെ ഡബിൾ വേണം, അല്ലെങ്കിൽ ലെഫ്റ്റ് കൂടുതൽ വേണം, റൈറ്റ് കുറച്ച് മതി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് കൂടുതൽ കൊടുക്കുക, റൈറ്റ് ഇവിടെ കുറച്ച് കൊടുക്കുക. ഓക്കെ, 1.5 സെൻറ്റിമീറ്റർ കൊടുക്കുക. നമുക്ക് ഇവിടെ പ്രിവ്യൂവിൽ താഴെ കാണാം നിങ്ങളെ മാർജിൻ്റെ സെറ്റിങ്സ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നത് ഗട്ടർ സ്പേസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഗട്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർജിൻ്റെ പുറത്ത് ഇടുന്ന സ്പേസാണ്. അതായത് ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർജിൻ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സ്പേസ് കൊടുക്കും. അതാണ് ഗട്ടർ സ്പേസ്. നമുക്ക് 3 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് മാർജിനും പിന്നെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു സെൻറ്റിമീറ്ററും കൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗട്ടർ സ്പേസ് 1 സെൻറ്റിമീറ്റർ കൊടുക്കുക. അതായത് ലെഫ്റ്റ് മാർജിനേക്കാളും കൂടുതലൊരു 1 സെൻറ്റിമീറ്ററും കൂടെ അവിടെ ഒരു മാർജിൻ മാതിരിയുള്ള വരും. അത് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഗട്ടർ പൊസിഷൻ എവിടെയാണ് വേണ്ടത്? അതായത് സാധാരണ ബുക്കാണെങ്കിൽ പോർട്രേറ്റ് ആയിരിക്കും, നമുക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും ബൈൻഡിങ് വരിക. നമ്മൾ ലെറ്റർ പാഡൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ആയിരിക്കും വരിക, അതായത് വീതി കുറഞ്ഞ സ്ഥലത്തായിരിക്കും ബൈൻഡിങ് വരിക. അങ്ങനെ ലെറ്റർ പാഡൊക്കെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടോപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീതി കുറഞ്ഞ ഭാഗത്തായിട്ട്, അതായത് ടോപ്പിലായിട്ട് പോർട്രേറ്റിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പിലായിട്ട് ഇത് വരും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ബുക്ക് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നോർമലി നമ്മൾ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ സാധാരണ ഈ സെറ്റിങ്സാണ് വരിക, അല്ലേ, ലെഫ്റ്റാണ് വരിക. ഓക്കെ, ഇത് ഇതേമാതിരി അപ്ലൈ ടു ഓൾ ഡോക്യുമെൻറ്റ്. കുറേ സെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെക്ഷനിലേക്ക് മാത്രം സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മളെ ഇവിടെ ഒരു മൾട്ടിപ്പിൾ പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മുന്നേ ഓറിയൻറ്റേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ വൈഡാണോ ടോളാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളെ പേജ് എങ്ങനെയാണെന്നുള്ളത്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ. ടോളാണെങ്കിൽ പോർട്രേറ്റ് സെലക്ട് ചെയ്യുക, ഇനി വൈഡാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാം, ഇതാണ് ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്. ഓക്കെ, ഇനി ചിലപ്പോൾ മൾട്ടിപ്പിൾ പേജസ്, കുറേ പേജസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. മിറർ മാർജിൻസ്, അതായത് നമ്മൾ ഒരു പേജിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ ലെഫ്റ്റ് മാർജിൻ രണ്ടാമത്തെ പേജിൻ്റെ റൈറ്റ് മാർജിൻ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. അതായത് മിറർ മാർജിൻസ്. ഫസ്റ്റ് പേജ്, അതായത് ഓഡ് പേജ്, ഈവൻ പേജ് എങ്ങനെ വരും. അതായത് ഒരു പേജിൻ്റെ ബാക്കിൽ മറ്റേ പേജ് വരുമ്പോൾ ബൈൻഡ് ചെയ്യുമ്പം നമ്മൾ മാർജിൻ മാറ്റി മാറ്റി കൊടുക്കണം. അതായത് നമ്മൾ ഫേസിങ് പേജിൽ ലെഫ്റ്റിൽ കൂടുതൽ മാർജിൻ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് ആയിരിക്കും മാർജിൻ. അങ്ങനത്തെ കേസാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മിറർ മാർജിൻ സെലക്ട് ചെയ്യുക. ബുക്ക് വർക്കിനാണ് പൊതുവെ സെലക്ട് ചെയ്യുക. പിന്നെ 2 pages പെർ ഷീറ്റ്, അത് നമ്മളിപ്പോൾ പ്രിൻ്റൊക്കെ എടുക്കുന്ന സമയത്ത് 2 പേജ് ഒരു ഷീറ്റിൽ വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, 2 pages പെർ ഷീറ്റ്. അത് സെറ്റിങ്സ് അനുസരിച്ച് മാറും. പിന്നെ ബുക്ക് ഫോൾഡ്, നോർമലി ബുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബുക്ക് ഫോൾഡാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കതിൽ എത്ര ഷീറ്റ് നമ്മളെ ബുക്കിൽ വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ പേജും ആ ബുക്കിൽ വരും. ഓക്കെ, പിന്നെ വരുന്നത് ലേഔട്ടാണ്. ഓക്കെ, നമ്മൾ ലേഔട്ടിലേക്ക് പോകുന്നു. ലേഔട്ടിൽ സെക്ഷൻ സ്റ്റാർട്ട്, അതായത് സെക്ഷൻ സ്റ്റാർട്ട് നമ്മൾ നേരത്തെ കാണിച്ചു. പുതിയ സെക്ഷൻ ഇൻസേർട്ട് ചെയ്യുക. ഓരോ സെക്ഷനിലും വേറെ വേറെ സെറ്റിങ്സ് നമുക്ക് ചെയ്ത് വെക്കാം. ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ, അങ്ങനെ ഓരോ സെക്ഷനിൽ ഡിഫറെൻറ്റ് സെറ്റിങ്സ് ചെയ്ത് വെക്കാം. അത് നമ്മൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ സെക്ഷൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ന്യൂ പേജ് വേണോ, അല്ലെങ്കിൽ ഓഡ് പേജ് വേണോ, ഈവൺ പേജ് വേണോ, കണ്ടിന്യൂസ് ആണോ, ഈ ഓപ്ഷനാണ്. ഇത് ബുക്ക് വർക്കൊക്കെ ചെയ്യുന്ന കേസിലാണ് നമുക്ക് ഇത് ആവശ്യം വരും. ഓക്കെ, പുതിയ സെക്ഷൻ പുതിയ പേജിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ന്യൂ പേജ് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഹെഡേഴ്സ് ആൻഡ് ഫോട്ടേഴ്സ്, ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൺ. നോർമലി നമ്മൾ ഹെഡറും ഫോട്ടറും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേജിലും അതേ ഹെഡറും ഫോട്ടറും ആയിരിക്കും വരിക. ചില സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഹെഡർ വേണം, റൈറ്റ് സൈഡിൽ വേറെ ഹെഡർ വേണം. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫൂട്ടർ, റൈറ്റ് സൈഡിൽ വേറെ ഫൂട്ടർ ആണെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യുക, ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൺ. പിന്നെ ഫസ്റ്റ് പേജിൽ നമുക്ക് സാധാരണ പേജിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. 2 പേജ് ഇൻസേർട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ, നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ വേണമെങ്കിൽ
നമ്മൾ ജസ്റ്റ് റൂളർ ലൈൻ ഓൺ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ റൂളർ ലൈനിൻ്റെ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ടോപ്പ് ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ സെക്ഷൻ ഓപ്പൺ ആവും. ടോപ്പ് പോർഷൻ ഓഫ് ദ പേജ് അല്ലെങ്കിൽ ബോട്ടം പോർഷൻ ഓഫ് ദ പേജ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ ഫൂട്ടർ ഓപ്പൺ ആവും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഹെഡറിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, മൈ ഹെഡ് എന്നിട്ടൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് സൈസ് വലുതാക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം മൈ ഹെഡറിൽ. ഇതിപ്പോൾ എല്ലാ പേജിലും ഒരേ ഹെഡറാണ്. ഓക്കെ, ഓഡ് പേജ് ഈവൺ പേജ്. നമ്മളൊരു പേജും കൂടെ ഇൻസേർട്ട് ചെയ്താൽ അതിലും എന്താവും സെയിം ഹെഡറാണ്. ഇത് നമുക്ക് ഈ ലെഫ്റ്റ് പേജിൽ ഒരു ഹെഡർ, റൈറ്റ് പേജിൽ വേറെ ഹെഡർ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ പേജ് സെറ്റപ്പ്സിൽ പോയിട്ട് പേജ് സെറ്റപ്പ് പോയി ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൺ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഒരു ഹെഡർ. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ വേറെ ഹെഡർ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ റൈറ്റ് ഹെഡറിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ പേജിലൊക്കെ വേറെ ഹെഡറാണ്. ഇങ്ങനെ വെച്ച കേസിൽ ഇത് മാഗസീനൊക്കെ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഇപ്പോൾ മാതൃഭൂമി ഓണപ്പതിപ്പ് എഡിഷൻ, അങ്ങനെ മാതൃഭൂമി എന്നുള്ള ലെഫ്റ്റ് സൈഡിലും ഓണപ്പതിപ്പ് എഡിഷൻ എന്നുള്ള റൈറ്റ് സൈഡിലും എല്ലാ പേജിലും വരേണ്ട കേസൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് പേജ് നമുക്ക് ഇൻഡെക്സ് പേജൊക്കെ ആണെങ്കിൽ ഈ ഹെഡർ വേണ്ട. അപ്പോൾ ആ ഫസ്റ്റ് പേജ് നമുക്ക് ഹെഡർ ഒഴിവാക്കാനാണ് നമ്മൾ ഫസ്റ്റ് ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജിൽ നിന്ന് അത് ഒഴിവാം. ഫസ്റ്റ് പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡറിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ സെക്ഷൻ ഓണാവും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പേജിൽ വേണ്ട ഹെഡർ അവിടെ പോയിട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് ഡിഫറെൻറ്റ് ഓഡ് ഈവൺ ആൻഡ് ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാം. ഇപ്പോൾ ജസ്റ്റ് വേറെ ടാബിലാണെങ്കിൽ ഇവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലേഔട്ട് പോവുക, പേജ് സെറ്റപ്പ് പോവുക, ഡിഫറെൻറ്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ. പിന്നെ നമ്മളിവിടെ ഫ്രം എഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ എഡ്ജിൽ നിന്ന് എത്ര വിട്ടിട്ട് വേണം നമ്മളെ ഹെഡറിൽ നിന്ന്. നമ്മളിതിപ്പോൾ കൂട്ടി കൊടുത്ത് 1.25 ആണ്. എന്നാൽ ഒരു 3 സെൻറ്റിമീറ്റർ കൊടുക്കും. ഓക്കെ, 3 സെൻറ്റിമീറ്റർ കൊടുക്കും. നമുക്ക് കാണാം ടോപ്പിൽ ഹെഡറും ബോർഡറും തമ്മിൽ, ടോപ്പ് ബോർഡറും തമ്മിൽ 3 സെൻറ്റിമീറ്റർ ഡിഫറൻസ് കാണും. നമുക്ക് എത്ര മുകളിൽ അല്ലെങ്കിൽ എത്ര താഴത്ത് കാണും. ഇതിപ്പോൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡർ വളരെ മുകളിലേക്ക് പോകും. ഓക്കെ, ഇതാണ് ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ സെറ്റിങ്സ്. പിന്നെ പേജ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. നമുക്ക് കുറച്ച് ടെക്സ്റ്റുകൾ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. നോർമലി നമ്മൾ കുറച്ച് ടെക്സ്റ്റുകൾ വെച്ചാൽ അത് പേജിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുക. ഇപ്പോൾ ആ ടെക്സ്റ്റ് കുറച്ചേ ഉള്ളൂ, ചിലത് താഴെ വേണോ മിഡിൽ വേണോ എന്നുള്ള ആ സെറ്റപ്പാണ് നമ്മളെ വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ഓക്കെ, സെൻറ്ററിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കുറച്ചുള്ള ടെക്സ്റ്റ് സെൻറ്ററായിട്ട് നിൽക്കും. നമ്മൾ ബോട്ടമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബോട്ടമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബോട്ടമായിട്ട് നിൽക്കും. ഓക്കെ, ഇതാണ് സെറ്റിങ്സ് ലേഔട്ടിൽ. പിന്നെ ഇവിടെ ഒരു ലൈൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് ഈ പേജിൽ ഓരോ പേജിലും ഓട്ടോമാറ്റിക് ഓരോ ലൈനും നമ്പേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലൈൻ നമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ദ നമ്പറിങ് കൊടുക്കുക. നമുക്ക് ഏത് നമ്പർ സ്റ്റൈൽ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ സ്റ്റാർട്ട് അറ്റ് നമ്മൾ എത്ര നമ്പർ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നമ്പർ കൊടുക്കുക. ഇൻക്രിമെൻറ്റ്, അതായത് കൗണ്ട് ബൈ 1 കഴിഞ്ഞ് 3 മതിയെങ്കിൽ ഇവിടെ 2 കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റാർട്ട് ഈച്ച് പേജ്, അതായത് ഓരോ പേജിലും 1 മുതൽ 2 വരണോ, അല്ലെങ്കിൽ ഓരോ സെക്ഷനിൽ 1 മുതൽ 2 വേണോ, അല്ലെങ്കിൽ എല്ലാ പേജിലും കണ്ടിന്യൂസ് ആയിട്ട് വരണോ എന്നുള്ള ഓപ്ഷൻ. ഞാനിത് റീസ്റ്റാർട്ട് വിത്ത് ഈച്ച് പേജ് കൊടുത്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പേജ് സെറ്റപ്പിൽ പോയിട്ട് ടോപ്പ് ആക്കട്ടെ, അപ്പോൾ എന്തെങ്കിലും അതിന് കാണും. നമ്മളിങ്ങനെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന കേസിൽ ഓട്ടോമാറ്റിക്കായി നമ്പർ അവിടെ വരുന്നത് കാണാം. ഇത് ചെറിയ സ്ക്രീന് ചെറുതായതുകൊണ്ടാണ് കാണാത്തത്. ഞാനത് സൂം ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇവിടെ ഉണ്ട് 1 2 3. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ നമ്പർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ലൈൻ നമ്പേഴ്സ്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് കൊടുക്കുക. ഇതാണ്
അതിന് നമുക്ക് ഈ ലൈൻ നമ്പേഴ്സ് വേണ്ടെങ്കിൽ ഈ ചെക്ക് ബോക്സ് ഒന്നും കൂടെ അൺചെക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എല്ലാ ലൈൻ നമ്പേഴ്സും ഡിസപ്പിയർ ആവും. ഓക്കെ, ഇത്രയും സംഗതികളാണ് നമ്മളെ പേജ് സെറ്റപ്പിൽ വരുന്നത്. പിന്നെ ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേർഡിന് പേജിൽ എല്ലാ സ്ഥലത്തും ഒരു ബോർഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ ബോർഡർ ഓപ്ഷൻ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട സെലക്ഷൻ ബോർഡർ സെലക്ട് ചെയ്യുക. ഏത് സ്റ്റൈൽ ബോർഡർ ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്സിലുള്ളതാണ്, അതിവിടെ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ.